സോ നമ്മളിപ്പം രാഗങ്ങളെ കുറിച്ചിട്ട് ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോ ദേശിനെ കുറിച്ചായിരുന്നു. രാഗങ്ങളെക്കുറിച്ച് ടെക്നിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ല, ഒരു സീരീസ് അല്ല ഇത്. എന്താണ് രാഗങ്ങൾ, എനിക്ക് എന്താണ് രാഗങ്ങൾ, എൻ്റെ മനസ്സിലെ രാഗങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ദേശിനെ കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. അടുത്തത് ഈ കളറുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഗമാണ് ബ്ലാക്ക്. ഇതെൻ്റെ അച്ഛൻ്റെയും ഒരു ഫേവറേറ്റ് രാഗമായിരുന്നു. എൻ്റെ അത്രയ്ക്ക് ഫേവറേറ്റ് എന്ന് ഞാൻ പറയില്ല, കാരണം ഓൺ ദ വെർജ് ഓഫ്, നമ്മൾ കരയുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു പീക്കായിട്ട് നമുക്ക് സങ്കടം ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ബേസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പം ആ ഒരു ഇങ്ങനെ ഏങ്ങുന്ന ആ ഒരു അവസ്ഥയില്ലേ, ആ ഏങ്ങുന്ന ഒരു ഫീലില്ലേ, കരയാതെ പിടിച്ചു നിർത്തി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ഫീലാണ് ദിസ് രാഗ ഇസ് ഫോർ മീ. എനിപ്പടി ഗസ്റ്റ് രാഗ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ ഇടുമായിരിക്കും. സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു വീഡിയോക്ക് ടൈറ്റിൽ ഞാൻ ഇടുന്നില്ല. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് രാഗ ചാരുകേശി. So raga, it's mood, everything brings sadness. എനിക്ക് സാഡ്നെസ്സിൻ്റെ ഒരു വൈബാണ്. ഞാൻ പറഞ്ഞില്ലേ, കരയുന്നതിന് ഏറ്റവും വലിയ സങ്കടത്തിന് തൊട്ടു നിമിഷം നമ്മൾ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റാണ്, ആ ഒരു ഫീലാണ് ദിസ് രാഗ ഈസ് ഫോർ മീ. ഞാൻ പറഞ്ഞു, നമ്മൾ കരയുന്നതിന് തൊട്ട് മുന്നേ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് ഈസ് ദാറ്റ് ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു വയനാട്ടിലെ ഒരു ദുരന്തം കണ്ടു, അതുപോലത്തെ എന്തോ ഒരു വലിയൊരു ദുരന്തം ഒരാൾക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു എന്ന് വെച്ചോ. അപ്പം എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര വലിയ നമുക്ക് മായ്ക്കാൻ പറ്റാത്ത സങ്കടം വരുമ്പം എങ്ങനെയാണ് മറ്റൊരാളെ കംഫർട്ടാക്കുക, അവരോട് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് അവരെ സൂത്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും എന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഓൾസോ എനിക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഒരു ദുഃഖമുള്ള ഏതെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഒരു വിങ്ങലാണ് എനിക്ക് മിക്ക സമയത്തും എനിക്ക് വരുന്നത്. ചില അങ്ങനത്തെ അത്ര ആഴത്തിലുള്ള ചില കാര്യങ്ങളാണെങ്കിൽ എനിക്ക് എപ്പോഴും അതിങ്ങനെ വിങ്ങലായിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ദിസ് രാഗ ഫോർ മീ. എനിക്ക് ഈ രാഗം എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ഇമോഷനെയാണ്, എനിക്ക് ആ സെയിം ഇമോഷനാണ്. ഏതെങ്കിലും മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ആരെങ്കിലും രാഗത്തെക്കുറിച്ച് അറിയാവുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ശരിക്കും. ലൈക്ക് ഐ എം നോട്ട് ടെല്ലിങ് ദ ടെക്നിക്കൽ thing about ragas. I am here telling about what is ragas for me, or what kind of emotions or what kind of feelings evokes me. ഈ രാഗ അത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പ്രത്യേക മൂഡ് ഇരിക്കുമ്പോൾ പിന്നെ രാഗ ഇസ് ആപ്റ്റായിട്ട് വരും, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുന്ന പോലെ. അങ്ങനെയുണ്ട്, തിരിച്ച് ഈ രാഗം കേൾക്കുമ്പോൾ ആ മൂഡിലോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. ചില പ്യുവറായിട്ടുള്ള മ്യൂസിക്, പ്യുവറായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്നെ കരയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള മ്യൂസിക്കാണ്. എനിക്കറിയില്ല, ഞാൻ വല്ലാത്തൊരു ഫീലിലെത്തും. സോ ആർട്ടിസ്റ്റിന് അത് മനസ്സിലാവും, അല്ലെങ്കിൽ പാഷനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. സോ മ്യൂസിക്, അപ്പം ഈ ഒരു രാഗത്തെ കുറിച്ച് വീണ്ടും ഞാൻ സബ്ജക്റ്റ് വിട്ടു പോകുന്നുണ്ട്. അത് ഈ ഒരു പ്രത്യേക ഒരു രാഗം ആയതുകൊണ്ടാണ് കേട്ടോ. ദിസ് രാഗ ഈസ് ലൈക്ക് ദാറ്റ്. ഞാൻ രാഗത്തിന്റെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. എനിവേ, ദാറ്റ് ചാരുകേശി ഈസ് ദാറ്റ്. അത്രയ്ക്കൊരു എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ മറ്റേ ഈ സ്റ്റാർസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിന് മുന്നേ വളരെ ഡീപ്പായിട്ട് എന്തോ ഒരു കറുത്ത മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാർക്ക്നെസ്, ഒരു ഹോപ്പും ഇല്ലാതെ എല്ലായിടത്തും ഡാർക്ക്നെസ് മാത്രം കൊടുക്കുന്ന ഒരു രാഗമാണ്. ദാറ്റ് മച്ച് ഡെപ്ത് ഉണ്ട് ഈ രാഗത്തിന്. ദ രാഗ ഈസ് സോ സാഡ്, സാഡ്നെസ് ഇവോക്ക് ചെയ്യും. അല്ലെങ്കിൽ ഈ രാഗ ഈസ് ബെസ്റ്റ് ഫോർ ഒരു സാഡ് മൂഡിന് പറ്റിയ ഒരു സാധനമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു അൺറിപ്പയറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മറ്റൊരാളെ കൺസോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ രാഗം
ഇവോക്ക് ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലാണ് ഈ രാഗം സ്ട്രൈക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിൽ അത് വിധിയാന്ന് പറയത്തില്ലേ, അതുപോലെ അയ്യോ ഇത് വിധിയായി, അയ്യോ ഇതിങ്ങനെ പറ്റിയല്ലോ, ഇത് വിധിയായല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാധനമാണ് ഈ രാഗത്തിന്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ രാഗം പഠിച്ചിട്ടില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് മൂളിയതാ കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പഠിക്കാത്തതുകൊണ്ട്. പുലരിപ്പൂ മഞ്ഞത്തുള്ളിയിൽ പുഞ്ചിരി നീട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീ വീണുടഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഈ പാട്ടൊന്നും ഒരു കവറായിട്ട് പഠിച്ചിട്ടിടാൻ കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ട്, പിന്നെ കൃപയാ പാലയ ശൗരേ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പാടുന്നില്ല, കൂടുതൽ പറയുന്നില്ല, ഞാൻ ഈ രാഗ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഒരു രാഗ സീരീസ് പറയുമ്പം എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് രാഗമായിരുന്നു. സോ ഞാനത് പറയണം എന്ന് എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് എന്താണ് ഈ രാഗത്തെക്കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ മറ്റു രാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഫീൽ എന്താണ്? അല്ലെങ്കിൽ എനിക്ക് തോന്നില്ല ഈ ഒരു രാഗം ഒരിക്കലും ഒരു മറ്റേ മ്യൂസിക് തെറാപ്പിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ രാഗം യൂസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് അത്രക്ക് നമ്മുടെ പെയിനിനെ ഇങ്ങനെ കുത്തി 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 നോവിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു രാഗം എന്ന് പറയുന്നത്. എനിക്ക് തോന്നില്ല മ്യൂസിക് തെറാപ്പിക്കൊന്നും ഈ രാഗം ഒരിക്കലും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഊഹമാണ് പറയുന്നത്, കാരണം അതിന് ചാൻസ് ഇല്ല. കാരണം ഇത് അത്രയ്ക്ക് നമ്മളെ ഡീപ്പായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു രാഗമാണ്. ഞാൻ ഈ രാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ആർക്കും ബാഡായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ രാഗം എക്സ്പ്രസ് അല്ലെങ്കിൽ വോക്ക് ചെയ്യുന്ന ഇമോഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് ദേശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അത്രയ്ക്ക് നല്ലതായിട്ട് ആണല്ലോ സംസാരിച്ചത്. സോ ഇത് നല്ലതായിട്ടാണ്, പക്ഷെ ഈ രാഗം എന്താണ് ഇവോക്ക് ചെയ്യുന്നത് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ചാരുകേശിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു നിർത്താം. വേറൊരു രാഗമായി ഈ സെഗ്മെന്റ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഗത്തെക്കുറിച്ച് ഞാൻ പറയണം എന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ.